ഹലോ എവരിവൺ. അപ്പൊ നമ്മള് റീഇമാജിനിങ് ഫാമിലീസ് എന്ന് പറയുന്ന 8ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ അകത്ത് ഫാമിലീസിന്റെ സപ്പോർട്ട്, ഇമ്പോർട്ടൻസ്, കാര്യങ്ങളെ കുറിച്ചെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലാസിക്കൽ സോഷ്യോളജിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് കോൺസെപ്റ്റ് കൂടെ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം റീഇമാജിനിങ് ഫാമിലീസ് എടുത്തോളാം. റീഇമാജിനിങ് ഫാമിലീസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് 8ാമത്തെ ചാപ്റ്റർ ആണ്. Family is an important institution of human society that provides the basic and biological needs, caregiving and socialization functions. It is described as a large group and consists of the husband, wife, children, and finflocks. This group of family is united by emotional ties or ties of affinity, which is created by marriage and consanguinity. Which are formed by birth. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റീഇമാജിനിങ് ഫാമിലീസ് എന്ന് പറയുന്നത് കോൺസെപ്റ്റില് നമ്മൾ നമ്മുടെ ഫാമിലീസ് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും അഫെക്ഷൻ ഉള്ള ആളുകളായിരിക്കും അല്ലെ, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് സ്നേഹം തോന്നുന്ന, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും അവരുമായിട്ട് എപ്പോഴും റിലേറ്റഡ് ആയിരിക്കും. അപ്പൊ അവരെ കൂടാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു സാഹചര്യമൊക്കെ നമുക്ക് ഉണ്ടാവും. അപ്പൊ ബയോളജിക്കലായിട്ട് നമ്മൾ അവരുമായിട്ട് ഒരു ബ്ലഡ് റിലേഷൻസ് കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രൈമറി ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു സമൂഹമായിട്ട് നമ്മൾ കാണുന്ന എപ്പോഴും കുടുംബത്തെയാണ്. അതുകൊണ്ട് തന്നെ ഫാമിലി എന്ന കോൺസെപ്റ്റ് നമ്മുടെ സോഷ്യോളജി എന്ന് പറയുന്ന പാഠ്യ ശാഖയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടെയാണ്. അപ്പൊ അണ്ടർസ്റ്റാൻഡിങ് ഫാമിലി, ക്ലാസിക്കൽ സോഷ്യോളജി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ജസ്റ്റ് നോക്കാം. ദർ ഇസ് നോട്ട് വൺ ക്ലിയർ single definition of family as it is used in the broader perspective. The definition of family sociology is that it is a unit that consists of people who live with each other and are related either by blood or marriage. Family is seen as a cultural ideal and a focus of identity. It is also understood as a part of natural order of things that is understood in terms of relations that are formulated as a part of interactions of three elements: marriage, parenthood, and residence. The family can be understood as the first line of defense, especially for children, and a major factor in their survival, health, education, and protection, and also as an important source that helps in the emotional bonding, the growth of the members. Hence, according to the classical theories, the family is taken as the combination of three elements: marriage, parenthood, and residence. അപ്പൊ ഈ കോൺസെപ്റ്റില് ഫാമിലി എന്താണെന്നും ഫാമിലിയുടെ ഒരു കോൺസെപ്റ്റുകൾ കാര്യങ്ങളാണ് പറയാം. ഫാമിലി എന്ന് പറയുന്നത് നമ്മള് ബ്ലഡ് റിലേഷനുള്ള ആളുകൾ തമ്മിലുള്ള ഒരു ബന്ധം നിലനിൽക്കുന്ന ഒന്നാണ് ഫാമിലി എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ തന്നെ മാരേജ് വഴിയും അതുപോലെ തന്നെ ബൈ ബ്ലഡ് വഴിയും ഒക്കെ ഒരു ഫാമിലീസ് രൂപപ്പെടാറുണ്ട്. അതായത് ഒരു പുരുഷൻ ഒരു സ്ത്രീ വിവാഹം കഴിക്കുന്നതിലൂടെ ഒരു ഫാമിലി രൂപപ്പെടുന്നു. അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാരുടെ അവരുടെ ബന്ധത്തിൽ അല്ലെങ്കിൽ അവരുടെ രക്തത്തിൽ ഉണ്ടാകുന്ന കുട്ടികൾ അടങ്ങുന്ന ഒരു കുടുംബവുമായിട്ടും അത് പിന്നീട് രൂപപ്പെടുന്നു. അപ്പൊ ഈ ഒരു നാച്ചുറൽ ആയിട്ടും അതുപോലെ തന്നെ ബ്ലഡ് റിലേഷനിലൂടെയും മാരേജിലൂടെയും ഒക്കെ ഫാമിലീസ് ഉണ്ടാവുന്നുണ്ട് എന്ന് പറയാം. അങ്ങനെ മാത്രമാണോ ഫാമിലീസ് ഉണ്ടാവുന്നത്? അങ്ങനെ മാത്രമല്ല അല്ലെ, നമുക്ക് അഡോപ്ഷനിലൂടെയും ഒരു ഫാമിലി ആയിട്ട് രൂപപ്പെടാൻ പറ്റും. അല്ലെങ്കിൽ ലെസ്ബിയൻസ് ആയിട്ടുള്ള കപ്പിൾസ് അല്ലെങ്കിൽ ഗെയ്സ് ആയിട്ടുള്ള കപ്പിൾസിനും അവരുടേതായിട്ട് ഒരു ഓൺ ഫാമിലി രൂപപ്പെടുത്താൻ പറ്റും. അത് രക്തബന്ധമുള്ള കുട്ടിയാവണമെന്നില്ല, അല്ലെങ്കിൽ ആണ് പെണ്ണ് എന്നുള്ള ഒരു വിവാഹ ബന്ധത്തിലൂടെ ആവണമെന്നില്ല. അല്ലാതെയും നമുക്ക് വേണമെങ്കിൽ ഒരു കുടുംബമായിട്ട് നമുക്ക് രൂപപ്പെടുത്താനായിട്ട് പറ്റും. ഇനി ബേസിക് കോൺസെപ്റ്റ് ആൻഡ് ഡെഫിനിഷൻ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ആസ് ടോൾഡ് ഏർലിയർ, there is no single definition of family and is dependent upon the perspective taken and the purpose of defining family. We shall now understand the concept and the definition that are related in understanding of family. First one, household ആണ്. A group of persons living in the same home and share their income and take meals together can be called as a household. അപ്പൊ ഹൗസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ് അർത്ഥമാക്കുന്നത്? ഒരു ഒന്നിൽ കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഒരു കുടുംബത്തിൽ താമസിക്കുകയും അല്ലെങ്കിൽ ഒരു വീട്ടിൽ താമസിക്കുകയും അവരവരുടെ ടോട്ടൽ ഇൻകം ഒന്നിച്ച് ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ
അവരൊന്നിച്ച് ഭക്ഷണ പദാർത്ഥങ്ങൾ വാങ്ങിക്കുകയും അതൊന്നിച്ച് ഭക്ഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു അച്ഛനും അമ്മയും മകനും മകളും അടങ്ങുന്ന ഒരു കുടുംബത്തില് അച്ഛനും അമ്മയും മകനും ജോലി ഉണ്ടെന്ന് വിചാരിക്കാം, മകൾ പഠിക്കുകയാണ്. അപ്പൊ ഇവരെന്താ ചെയ്യാ, ഒരു കുടുംബത്തിൽ ഇങ്ങനെ 4 പേരുള്ളപ്പോൾ 3 പേരും അധ്വാനിക്കുന്നവരാണ്, അവർക്ക് ഒരു ശമ്പളം കിട്ടുന്നുണ്ടെങ്കിൽ ആ ശമ്പളം എന്താണ് ഒരു കുടുംബത്തിലേക്ക് വേണ്ടിയിട്ട് മൊത്തത്തിൽ ചെലവാക്കുകയും ഒന്നിച്ച് സാധനങ്ങൾ വാങ്ങിക്കുകയും ഒക്കെ ചെയ്ത് അവരൊന്നിച്ച് കഴിയുന്നതിനെയാണ് നമ്മൾ ഹൗസ് ഹോൾഡ് എന്ന് പറയാം. വേറൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഒരു ഹസ്ബൻഡും വൈഫും കുട്ടിയും മാത്രം അടങ്ങുന്ന ഒരു കുടുംബമാണെങ്കിൽ പോലും ഹസ്ബൻഡിന് ഒരു 36,000 38,000 രൂപ ശമ്പളം ഉണ്ട്, വൈഫിന് ഒരു 12-13 രൂപ ശമ്പളം ഉണ്ടെങ്കിൽ പോലും ഇവരെന്താണ് അവരുടെ ആ ഒരു പേയ്മെന്റ് അല്ലെങ്കിൽ ആ അവരുടെ ഇൻകം എന്ന് പറയുന്നത് പരസ്പരം ഷെയർ ചെയ്ത് അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പണം കൊടുത്ത്, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ചിലപ്പോൾ 3-ാം തീയതി ശമ്പളം കിട്ടുമായിരിക്കും, ഭർത്താവിന് ചിലപ്പോൾ 5-ാം തീയതി ആയിരിക്കും ശമ്പളം കിട്ടുക. അപ്പൊ ആദ്യം കിട്ടുന്ന ആള് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കും, രണ്ടാമത് കിട്ടുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ആ ഹസ്ബൻഡ് ചെയ്തു തീർക്കുമായിരിക്കും. അപ്പൊ അങ്ങനെ പരസ്പരം സഹായിച്ചുകൊണ്ടായിരിക്കും ആ കുടുംബത്തിൽ നിൽക്കുക. അതുപോലെ തന്നെ ഭർത്താവ് കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് വാങ്ങിക്കും, അല്ലെങ്കിൽ ഭാര്യ ജോലിക്ക് പോയിട്ട് വരുന്ന വഴിയിൽ കുറച്ച് സാധനങ്ങൾ വീട്ടിലെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നു. അപ്പൊ അവര് മീൽസിനുള്ള ഒരു പേയ്മെന്റ് അവര് രണ്ടുപേരും ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇതെല്ലാം അടങ്ങുന്ന ഒരു കുടുംബത്തെയാണ് നമ്മൾ ഹൗസ് ഹോൾഡ് എന്ന് പറയുക, അല്ലെങ്കിൽ ആ ഒരു ആളുകളെയാണ്, അങ്ങനെ ജീവിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെയാണ് നമ്മൾ ഹൗസ് ഹോൾഡ് ആയിട്ട് കാണുക. അതുപോലെ തന്നെ it is therefore the basic residential unit in which the economic production, consumption, inheritance, child rearing and shelter are arranged and carried out. In a household there are one or more people living together under the same roof and eating food cooked in the same kitchen. The sociologists believed that a household may not always be an essential element in defining family, and people can be a member of one family while not sharing a common household. According to A.M. Shah, the Indian families may constitute 2 brothers and their wives and children who may live in separate households but may be bound by different relationship of different kind. They also help in the economic pursuits and hold the managed property jointly, be of help to each other in different occasions, and celebrate festivals, rituals, and ceremonies jointly, and so on. It shows us the distinction between household and family, and 2 or more household may be separate, but they may constitute one family. അപ്പൊ ഹൗസ് ഹോൾഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഓർക്കാം. ഹൗസ് ഹോൾഡ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ 2-ഓ 3-ഓ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് അവരുടെ ഇൻകം കോമൺ ആയിട്ട് ഷെയർ ചെയ്യും, അവരുടെ മീൽസിനുള്ള ഒരു എമൗണ്ട് എല്ലാവരും ഷെയർ ചെയ്ത് വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്നതിന്റെ ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ ഹൗസ് ഹോൾഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ ഉൾപ്പെടുത്താം. അതുപോലെ ഇന്ത്യൻ കൾച്ചർ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ മക്കളായിട്ടുള്ള 2 ആൺകുട്ടികളാണെങ്കിൽ അവര് ചിലപ്പോൾ ഭാര്യമാരുടെ കൂടെ വേറെ ആയിരിക്കും താമസിക്കുക. പക്ഷെ എങ്കിൽ പോലും അവർ ചിലപ്പോൾ അവരുടെ പ്രോപ്പർട്ടീസ് കോമൺ ആയിട്ട് ചിലപ്പോൾ കൈവശം വയ്ക്കുകയും അതിന്റെ ഇൻകം ഒക്കെ മറ്റുള്ള ബ്രദേഴ്സിന് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിനെയൊക്കെ നമുക്ക് ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉൾപ്പെടുത്താം. ഇനി ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ ഫാമിലി ആൻഡ് ഹൗസ് ഹോൾഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ ഒന്ന് നോക്കാം. The base of family is the principles of kingship in which the members share a common residence and live in a homestead. This residential unit is called the household, in which the members are concerned by the relational ties. A.M. Shah stated the kin and residence rules distinguish between family and household. The difference between the two is that a household can be called as an extension of family, and a family can be a household, but a household need not be a family. They can be a group of people that can live with each other without having any kinship ties. A family is often an extension of 2 or more households in which the members have separate residence, but they may belong to same family and have familial bonding and responsibilities. A family is an ideological and emotional unit, but a household may be described as more of a functional unit. അപ്പൊ രണ്ടും ഓർക്കുക. അത് ചിലപ്പോൾ നമുക്ക് എക്സാമിന് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ഈ ഫാമിലിയും ഹൗസ് ഹോൾഡും തമ്മിലുള്ള ഒരു ഡിഫറൻസ് കാര്യങ്ങൾ എന്താണെന്ന്. അപ്പൊ ഹൗസ് ഹോൾഡിൽ എന്ന് പറയുന്ന കോൺസെപ്റ്റില് ജീവിക്കുന്ന ആളുകളെല്ലാം രക്തബന്ധമുള്ളവരാവണമെന്ന് നിർബന്ധമില്ല. കാരണം
ചിലപ്പോൾ ഒരു എന്താണ് പറയാം, ഒരു കൂട്ടുകാരന്മാര് അല്ലെങ്കിൽ ബാംഗ്ലൂരിലേക്ക് ജോലി ചെയ്യുന്ന ഒരു 4-5 കൂട്ടുകാർ ചേർന്ന് ഒരു വീടെടുത്ത് താമസം തുടങ്ങാം. അങ്ങനെ താമസം തുടങ്ങിയാലും അവരെന്താണ് അവരുടെ ഇൻകം ടോട്ടലായിട്ട് ഷെയർ ചെയ്യുകയും അവരുടേതായിട്ടുള്ള ഒരു പങ്ക് മീൽസ് വാങ്ങിക്കാനൊക്കെ ഉള്ള ഒരു പങ്ക് ആ ഒരു വീട്ടിലേക്ക് മുടക്കുകയും ഒക്കെ ചെയ്യും. അല്ലെങ്കിൽ ടോട്ടലായിട്ട് ആ വീടിന്റെ റെന്റ് ഒരു 5 പേരുണ്ടെങ്കിൽ 5 പേരും ഒരു 25,000 ആണ് റെന്റെങ്കിൽ 5,000 വെച്ചിട്ട് അങ്ങനെ പിരിച്ചിട്ടായിരിക്കും കൊടുക്കുക. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഹൗസ് ഹോൾഡിന് ഉദാഹരണമായിട്ട് പറയാം. പക്ഷെ ഫാമിലി എന്ന് പറയുന്നത് എന്താണ്? ഫാമിലിയിൽ ശരിക്കും രക്തബന്ധമുള്ള ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ? അതും ക്ലോസ് റിലേഷനിലുള്ള ആളുകളായിരിക്കും നമ്മൾ ഫാമിലി എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ ഉൾപ്പെടുത്തുക. അപ്പൊ അതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് ഓർക്കുക കേട്ടോ. ഇനി ഡൊമസ്റ്റിക് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ദാറ്റ് ലീവ്സ് വിത്ത് ഈച്ച് അതർ and share the activities of domestic life can be called as a domestic group. The domestic group is a resource owning the production unit who lives usually eats with each other. According to Mayer Ford's, the domestic group defined as a house holding the housekeeping group. This group helps the members of arrange the resource with are required for the development of all its members. He added that each domestic group undergoes a cyclical development. The 3 main stages in the development cycle of the domestic group include the expansion leads from the marriage of 2 people to the completion of their procreation, and then the separation of fusion begins with the physical departure on the oldest child for school or a job, or with the marriage of the oldest child, which lasts till all the children are disappeared or married. ഡൊമസ്റ്റിക് ഗ്രൂപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റില് നമ്മൾ ഒരു കാര്യം മാത്രം ഓർക്കുക. A group of people that lives with each other and share the activities of domestic life can be called as a domestic group. ഓക്കെ, അത് മാത്രം ഓർത്തിരുന്നാൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഡിഫറൻസസ് ബിറ്റ്വീൻ എ ഡൊമസ്റ്റിക് ഗ്രൂപ്പ് ആൻഡ് എ ഫാമിലി. ഡൊമസ്റ്റിക് ഗ്രൂപ്പും ഫാമിലിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കാം. In sociology, there are different meanings of the terms family and domestic group. There are differentiated on the basis that some domestic groups are developed by the individual who have no kinship relationship, but the members of one family may be allocated over 2 or more domestic groups. The domestic domain is the system of social relations which helps in the integration of the reproductive nucleus with which environment and with a structure of the total society. ഇനി സോഷ്യൽ പെർസ്പെക്റ്റീവ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ്സ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ 4 important theoretical premises of family are: first one functionalism, second one conflict theory, third one symbolic interactionism, and fourth one feminist perspective. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ്സിൽ ഉൾപ്പെടുത്തുക. ഫങ്ഷണലിസം, കോൺഫ്ലിക്റ്റ് തിയറി, സിംബോളിക് ഇന്ററാക്ഷനിസം ആൻഡ് ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്. ഫങ്ഷണൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്, അക്കോർഡിംഗ് ടു ദ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ്, ഫാമിലി is an important institution that performs important functions for the society and individuals. The society is considered as a system that is made up of different parts with the expand on which each other. According to the sociologists like George Murdoch, there are 4 functions performed by family: regulation of sexual behavior, reproduction, economic cooperation, and socialization. And the sociologist, namely Talcott Parsons, stated that the efficiency of the family is dependent upon the 2 important functions, primarily socialization of children and stabilization of adult personality. The functionalist theory states that the functions performed by the institution of family are as follows. First one, the family helps in providing an authorized platform for the 2 adult members of sexuality live with each other as a couple and enhance social continuity. Second one, the family provides the shelter to the members and helps in fulfilling the basic need of meeting food intake. Third one, a family is an economic unit in which the members participate in the productive activity and do similar or different jobs.
Fourth one, the work is divided between the members on the basis of division of labor based on age, gender, and position of a person in family and even personal competences. 4 കാര്യങ്ങളാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫങ്ഷൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉൾപ്പെടുത്തുക. അതായത് ഫാമിലിയുടെ ഫങ്ഷൻസ് ആയിട്ട് നമ്മൾ 4 കാര്യങ്ങളാണ് പറയാം. അതുപോലെ തന്നെ അക്കോർഡിംഗ് ടു കോൺഫ്ലിക്റ്റ് തിയറി, the society is understood in terms of the conflict between the social groups. The groups have unequal powers and varied interests, and hence complete for the sacred sources. They investigate the family's functions within a society to preserve the structural inequalities. According to this view, the family structure contributes to social inequality as it supports economic and greater inequality by reinforcing patriarchal values. അതുപോലെ തന്നെ വേറൊരു പ്രശ്നം അല്ലെങ്കിൽ വേറൊരു കാര്യം എന്ന് പറയുന്നത് പ്രോബ്ലംസ് ആൻഡ് ചലഞ്ചസ് ഇൻ ക്ലാസിക്കൽ തിയറീസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. In this section, let us concentrate on the idea of connectedness that is contradictory to biologically established kingship and family ties. The focus is on adoption-based affinity and homosexual alliance kingship. There is a lot of uncertainty in the contemporary society when we talk about family as a safe haven. We cannot define family as a union between constitutional individuals. There are many questions that are raised about the fact of being born in a family without a choice and therefore the concept of family by choice. അപ്പോൾ ഫാമിലി ബൈ അഡോപ്ഷൻ, ഫാമിലി ബൈ ചോയ്സ് നമുക്കറിയാം. അതുപോലെ അത് ലെസ്ബിയൻസിന്റെ ഒക്കെ ഒരു കോൺസെപ്റ്റ് ആണ്. ഗെയ്സ്, ലെസ്ബിയൻസ് ഒക്കെ അവരുടെ ഫാമിലി ചൂസ് ചെയ്യുന്നതാണ് അല്ലെ. അവരാരെയാണ് വിവാഹം കഴിക്കേണ്ടത് എന്നുള്ള കാര്യം അവരാണ് തീരുമാനിക്കുന്നത്. അപ്പൊ അത് ഓർക്കാം. ബയോളജിക്കലി അല്ലെങ്കിൽ പോലും ഒരു ഫാമിലി ഉണ്ടാക്കിയെടുക്കാൻ ഇവർക്ക് സാധിക്കുക എന്നുള്ളതും ഒരു കോൺസെപ്റ്റ് ആണ്. അതുപോലെ ഫാമിലി ബൈ അഡോപ്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റില് a familial relationship is created in case of adoption between a parent and a child who are not naturally related. We can say that the connectedness is forget the case of adoption through law. Adoption helps in attaining parenthood among the human beings, but with the changes in the society, the idea of adoption is different from the mentioned in the traditional context. Earlier, adoption was used as a method of ensuring quantity of the male in line for political, religious, or economic reasons, but the modern laws stress more on the welfare of the child. Later on, the idea shifted towards gaining legitimacy for scholarly studies in disciplines like psychology and sociology, which stressed on the positive implications of stable life, family life for the development of child. Another idea behind adoption is for the homosexual couples and individuals who may want to start an independent family of their own. But in India, the homosexuals are still not eligible for adoption. അപ്പം ഈ ഒരു ഫാമിലി ബൈ അഡോപ്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റില് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടത്, നമുക്ക് അഡോപ്ഷനിലൂടെ നമുക്ക് കുട്ടികളെ തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ കുട്ടികൾക്ക് നമ്മൾക്ക് മാതാപിതാക്കളാകാൻ സാധിക്കും അഡോപ്ഷനിലൂടെ. പക്ഷേ നമ്മ ഒരു ഇൻഡിപെൻഡന്റ് ഫാമിലിക്ക് ഒരു കുട്ടീനെ ദത്തെടുക്കാൻ സാധിക്കും. ആ കുട്ടിയുടെ പേരിൽ സ്ഥലവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്ന് ഉറപ്പ്, ആ കുട്ടി അനാഥമായിരിക്കില്ല ഒരിക്കലും എന്നുള്ള ഒരു ഉറപ്പുണ്ടെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് കുട്ടിയെ ദത്തെടുക്കാനായിട്ട് സമ്മതിക്കും. പക്ഷേ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകൾക്ക് അഡോപ്ഷന് സാധിക്കില്ല. അങ്ങനെ ഒരു കോൺസെപ്റ്റ് കുഴപ്പവും കൂടെ നമുക്ക് നമ്മുടെ ഇന്ത്യയിലുണ്ട് അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അതുപോലെ തന്നെ സ്റ്റെപ്പ് ഫാമിലീസ് റിഫൈനിങ് ദ ഫാമിലി എന്ന് പറയുന്ന കോൺസെപ്റ്റില് redefining the family എന്ന് പറയുന്നത് there are many reasons of the increases of the step families in India. The first is because of the increase in the case of remarriage in many Western countries as well as in India, and the second is the change in the anthropological approach to the study of marriage, family and kingship. A step family is a family in which that at least one of the parent has a child or children from previous relationships. The definition is not a conventional definition of the family. The children is a
Step family may live with one biological or adoptive partner, or may live with each biological or adoptive parent for a period of time. ഇനി ക്രിറ്റിക് ഓഫ് ദ ക്ലാസിക്കൽ തിയറി എന്ന് പറയുന്നത്, അതായത് ക്ലാസിക്കൽ തിയറിയുടെ ക്രിറ്റിസിസം അല്ലെങ്കിൽ വിമർശനം എന്താണെന്നും കൂടെ ഒരു ക്വസ്റ്റ്യൻ വരും. Earlier, the main focus of the sociologist was on differentiating family from household and then use it to comparative between social changes and it takes place because of the industrialization, the growth of relation rationally. The scientific temper was hampering the growth of the assumption about family as a protective, procreative and a safe haven for its members, which changed than the family was seen in terms of its fluid nature and that reflected the divide between kingship as a given biological fact, that kingship as a social constructed and processal. We shall study in the section on the underside of the family as an institution in general and particularly in the Indian context by elaborating on some of the scholarship that offers a critique of to it. The study of these critics too important as they offer perspectives to comprehend alternate arrangements which are beyond biology and marriage yet constitutes a family. In the cultural theory, beyond the blood and marriage ties എന്ന് പറയുന്ന കോൺസെപ്റ്റില്, according to the cultural theories, the classical definition of the family were affected by the unexamined Western cultural assumptions, but about biology and its relationship to kingship, they stated that the sociologists studying a family were involved in only two aspects. The first was to compare the differentiates family from household, and the second was to investigate the change taking place due to impact of industrialization. There were many changes in the theories of family post 1980s in which traditional abandoned assumptions about the universality of the family and its sociological purpose were debated and ultimately discredited. The changes where the family was seen in terms of its fluid nature that reflected in the divide between kingship as a given biological facts, the kingship as social constructed and processor. The family was also reimagined beyond the ideal of nuclear family and biological ties for reproduction. The meanings of the family viewed at two new levels. Children are no longer taken as a necessarily precondition and family relations are extended to include friends. അപ്പൊ ഇതിൻ്റെ അകത്ത് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയുന്നത് നമ്മുടെ കൾച്ചറൽ തിയറിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതായത് മാരേജ്, ബിയോണ്ട് ബ്ലഡ് ആൻഡ് മാരേജ് ടൈസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അതായത് നമുക്ക് ബന്ധുക്കൾ എന്ന് പറയുന്നത് നമ്മുടെ രക്തബന്ധത്തിന് അപ്പുറമുള്ള ബന്ധുക്കൾ നമുക്ക് കിട്ടാറുണ്ട് അല്ലെ. നമുക്ക് അതുപോലെ തന്നെ മാരേജ് വഴി അല്ലെങ്കിൽ വിവാഹ ബന്ധത്തിലൂടെ നമുക്ക് ബന്ധുക്കളെ കിട്ടാറുണ്ട്. ഇപ്പം ഭർത്താവിന്റെ വീട്ടുകാർ, ഇതെല്ലാം നമുക്ക് വിവാഹം വഴി കിട്ടുന്ന ബന്ധുക്കളാണ് അല്ലെ. നാത്തൂന്മാര്, അമ്മായിയമ്മ, അമ്മായിയച്ഛൻ, അങ്ങനെയൊക്കെയുള്ള ആളുകളെ നമുക്ക് ഈ ഒരു വിവാഹത്തിലൂടെ നമുക്ക് കിട്ടുന്ന ബന്ധുക്കളാണ്. പിന്നെ എ ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് പവർ ആൻഡ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. The studies of family reflected man as the basic unit of their study and ignored women's experiences. According to the feminist perspective, the family is seen as a cooperative, harmonious and egalitarian realm. They have opinion that rather than being a mutually beneficial institutions that is managed on equal contribution of all members and functions of the family are largely based on the exploitation of the woman's labor. The feminist studies the family by focusing on power dynamics underlying it. They focused on the inheritance, the social representation and underlined family and therefore reflection on its in elaborating the possible character. And feminists like Marxist and functionalists have proclaimed that the family is mainly a conservative
institution that works on the preservation of the social order. അതുപോലെ തന്നെ ഫാമിലി ബൈ ചോയ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. കാത്ത് വെസ്റ്റൺ used the term families by we choose to describe the queer forms of kingship different to the biological family. The term families we create also suggests that the individuals have a choice in the formation of family. Western stated that is gay the lesbian communities in 1980s San Francisco. Kingship began to seem more like an effort and a choice than a permanent, unshakable bond on bright right. The research done by Westerns also help us in providing a significant basis to reconceptualize redefine the concept of family and kingship is view of relationship questions on the genealogical basis to kingship by bringing it to security and which means that kingship need not be postulated taking procreation that the base or center piece. അപ്പൊ ഫാമിലി ബൈ ചോയ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു ഓൾറെഡി. നമുക്ക് ഗേ ആയിട്ടുള്ള ആളുകൾ, ലെസ്ബിയൻസ് ആയിട്ടുള്ള ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളെ ദൈവം സൃഷ്ടിക്കുന്നതാണെന്നാണ് നമ്മൾ പറയാ അല്ലെ. കാരണം അവരായിട്ട് ചിലപ്പോൾ തീരുമാനിച്ചു പോകുന്നവരായിരിക്കില്ല. അവർക്ക് സെക്ഷൽ അട്രാക്ഷൻ ശരിക്കും പറഞ്ഞാൽ ആരോടായിരിക്കും? സെയിം ജെൻഡറിൽപ്പെട്ട ആളുകളോട് തന്നെ ആയിരിക്കും. അത് ഞാൻ എന്റെ സെയിം പെണ്ണുങ്ങളെ തന്നെ സ്നേഹിക്കണം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചിന്തയിൽ നിന്നൊന്നും ഉണ്ടായതായിരിക്കില്ല. നാച്ചുറലി അവർക്ക് ആൺകുട്ടികളോട് താല്പര്യം തോന്നാറില്ല. എന്തെങ്കിലും ഹോർമോൺ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ കൊണ്ടും അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോ അങ്ങനെയുള്ള ആളുകളുടെ ഫാമിലീസ് എന്ന് പറയുന്നത് ഫാമിലി ബൈ ചോസൺ ആണ്. അവര് അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ ഒക്കെ ചൂസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫാമിലി is not only a unit for reproduction but can be a procreative unit. These family ties are based on biological of choice and love and are opposite to biological model of kingship. Hence, the families of choice emerged as an important basis to question biologically modeled heterosexual domain of kingship, which has not been successful on providing support and care to lesbian women and men. അപ്പം അതെന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫാമിലി ബൈ ചൂസൺ എന്ന് പറയുന്ന കോൺസെപ്റ്റില് നമ്മളൊരു ഫാമിലി എന്ന് പറയുന്നത് റീപ്രൊഡക്ഷന് വേണ്ടി മാത്രമുള്ള ഒന്നായിട്ടല്ല നമ്മൾ കാണേണ്ടത്. കാരണം അത് ഒരു ഫാമിലിയുടെ ഒരു ധർമ്മമാണെങ്കിൽ പോലും കുഞ്ഞുങ്ങള് ഉണ്ടാവുക അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ വളർത്തുക അതെന്ന് പറയുന്ന ഒരു ഫാമിലിയുടെ ഗുണമാണെങ്കിൽ പോലും അത് റീപ്രൊഡക്ഷന് വേണ്ടി മാത്രം നിലനിൽക്കുന്ന ഒരു ഘടകമല്ല ഈ ഫാമിലി എന്ന് പറയുന്നത്. അതോ ആദ്യം ഓർക്കാം. അതുപോലെ തന്നെ ദീസ് ഫാമിലി ടൈസ് ആർ ബേസ്ഡ് ഓൺ ഐഡിയോളജി ഓഫ് ചോയ്സ് ആൻഡ് ലവ് ആൻഡ് ആർ ഓപ്പോസിറ്റ് ടു ബയോളജിക്കൽ മോഡൽ ഓഫ് കിങ്ഷിപ്പ്. അപ്പൊ ഇവിടുത്തെ ഫാമിലി അതെങ്കിൽ ഫാമിലി ബൈ ചോസണിൽ ആളുകൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്? അവരുടെ ലവ് അതുപോലെ തന്നെ അവരുടെ അഫെക്ഷൻ ഒക്കെ കൊണ്ടാണ് അവർ ഒന്നിച്ച് ജീവിക്കുകയും ഒന്നിച്ച് തീരുമാനങ്ങൾ എടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. പിന്നെ ലീവ് ഇൻ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് അടുത്ത് പറയുന്നത്. എന്താണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ലീവ് ഇൻ റിലേഷൻഷിപ്പിലാണ് എന്നൊക്കെ പറയുന്നത് സർവ്വസാധാരണമാണ് അല്ലെ. ലിവിങ് ടുഗദർ അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ വളരെ സാധാരണമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നത്തേത്. അപ്പൊ ലീവ് ഇൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് nowadays another preferred form of arrangement is live in relationships. In this setup, two adults decide to live together on a long-term permanent basis in the emotionally and sexually intimate relationships outside the wedlock of marriage. The arrangements can be used both by heterosexual and homosexual couples. The good parts in the is that it provides the fundamental right of an individual to have the liberty to choose his or her partner. It is seen as the basis to access the mutual compatibility or to establish financial security prior to entering into a legalized wedlock. Some see it as an escape from marriage expense. There are some who are not able to enter there into material marital alliance may enter in live-in relation for
Example, members of same-sex, interreligious, or intersexual group. Some see the arrangements as immoral and viewed encouraging free sexual behavior and is the threat to the traditional institution of marriage and family. അപ്പൊ റിലീവ് ഇൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും വിവാഹം കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ ലീവ് ഇൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതിൽ ഉൾപ്പെടുത്തുക. ആ ലീവ് ഇൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റില് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവർക്ക് ശരിക്കും പറഞ്ഞാല് എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടായിരിക്കും. അതായത് വേറൊരു എപ്പോ വേണമെങ്കിലും വിവാഹബന്ധം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബന്ധം നിർത്തലാക്കാനോ അല്ലെങ്കിൽ മറ്റ് ബന്ധങ്ങൾ തേടാനോ ഒക്കെ ഉള്ള ഒരു സ്വാതന്ത്ര്യം ലിവ് ഇൻ റിലേഷൻഷിപ്പിൽ ഉണ്ടാവും. അപ്പൊ അതാണ് വേറൊരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ ഒരു മാരേജ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പരമ്പരാഗതമായിട്ടുള്ള ഒരു മാരേജ് സിസ്റ്റത്തിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ലിവ് ഇൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതായത് വിവാഹം കഴിക്കാതെ ഒരു സ്ത്രീയും പുരുഷനും ഒന്നിച്ച് ഒരു റൂമിൽ കഴിയുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ദഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഓക്കെ, ഇനി സെറോഗസി ഫാമിലീസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്. In surrogacy, a family is formed with the help of third party who rents her womb for the gestation of the child. There is a legal contract with the fertility clinic that after the delivery of the child, she will have no claim or relations. In these types of families, the nation of maternity is complicated as motherhood is not defined by the period of gestation, but by the capacity of rent a womb. The absence of gestational link between mother and child does not affect their physical and emotional relationship. This arrangement is used by the couples who are not able to conceive because of the medical reasons. അപ്പൊ സെറോഗസി ഫാമിലീസ് എന്ന് പറയുന്ന കോൺസെപ്റ്റില് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഊമ്പ് എന്ന് പറയുന്നത്, അതായത് എന്താണ് നമ്മുടെ ഗർഭപാത്രം അല്ലെങ്കിൽ നമ്മുടെ വാടക ഗർഭപാത്രം എന്നൊക്കെ പറയല്ലേ, നമ്മൾ വയറ് വാടകയ്ക്ക് കൊടുക്കുകയാണ് ഈ സെറഗോസിൽ ചെയ്യാം. അതായത് ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും കുഞ്ഞിനെ മറ്റൊരു സ്ത്രീ സ്വന്തം ഉദരത്തിൽ വഹിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് സെറോഗസി എന്ന് പറയാം. അപ്പൊ നമ്മുടെ നയൻതാരയൊക്കെ 2 കുട്ടികൾക്ക് ജന്മം കൊടുത്തത് സെറോഗസി വഴിയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞ ഭയങ്കര വിവാദവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അല്ലെ. അപ്പൊ അതെന്താണെന്ന് ഓർത്തിരിക്കുക. ഒരു സ്ത്രീയുടെയും ഇപ്പൊ നയൻതാരയുടെയും വിഘ്നേഷിന്റെയും അണ്ടവും ബീജവും മറ്റൊരു സ്ത്രീയിൽ നിക്ഷേപിച്ചിട്ട് അത് ആ പെൺകുട്ടി മറ്റൊരു പെൺകുട്ടി പ്രസവിച്ചതിന് ശേഷം ആ ഒരു മക്കളെ അല്ലെങ്കിൽ 2 കുട്ടികൾ ഉണ്ടായല്ലോ, ആ കുട്ടികളെ നയൻതാരയ്ക്ക് വിഘ്നേഷിന് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനുള്ളൊരു പേയ്മെന്റ് സെറഗസി നടത്തിയിട്ടുള്ള ഒരു പെൺകുട്ടി വാങ്ങിക്കുകയും ചെയ്യും. അപ്പൊ അതാണ് നമ്മൾ പറയാ ഈ ഒരു കോൺസെപ്റ്റിനെ നമ്മൾ ഉദാഹരണമായിട്ട് പറയാം. അതുപോലെ തന്നെ ബയോളജിക്കലി അത് എന്താണ്, ആ ഒരു നയൻതാരയുടെയും വിഘ്നേഷിന്റെയും കുട്ടികൾ തന്നെയായിരിക്കും ബയോളജിക്കലി. പക്ഷെ അത് ആ കുട്ടികൾ വളരുന്നത് മറ്റൊരു സ്ത്രീയുടെ ഗർഭപാത്രത്തിലാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ വരുന്ന ഒരു കോൺസെപ്റ്റ്, ഇപ്പൊ സെറോഗസി എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായല്ലോ. ഇനി ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, give any two different between biological family and family by choice. അത് ഒരു എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. അതായത് നമ്മള് ഒരു ഫാമിലി, ബയോളജിക്കൽ ഫാമിലിയും ഫാമിലി ബൈ ചോയ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റില് അതിന്റെ ഡിഫറൻസ് എന്താണ്? ഫാമിലി ബൈ ചോയ്സ് എന്ന് പറയുന്നത് ലെസ്ബിയൻസിനെയും ഗെയ്സ് ഒക്കെ ആയിട്ട് അവരുടെ ഫാമിലീസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ബയോളജിക്കൽ ഫാമിലീസ് എന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനും കുട്ടികളും അടങ്ങിയിട്ടുള്ള ഫാമിലിയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അടുത്ത ചാപ്റ്ററിലേക്ക് ഒന്ന് ജസ്റ്റ് പോവാം. നെക്സ്റ്റ് ചാപ്റ്റർ 9th ചാപ്റ്റർ ആണ് കേട്ടോ. റിലേറ്റഡ്നെസ് ആൻഡ് ഫിക്റ്റീവ് കിങ്ഷിപ്പ് എന്നാണ് അതിന്റെ അർത്ഥം. അതായത് റിലേറ്റഡ്നെസ് എന്ന് പറയുന്നത് എന്താണ്? ബന്ധവും ബന്ധുത്വം ഒക്കെയാണ് അല്ലെ. ഫിക്റ്റീവ് എന്ന് പറയുന്നത് സാങ്കല്പികമാണ്, സാങ്കല്പികം. അപ്പൊ അതിന്റെ ആ ഒരു കോൺസെപ്റ്റിൽ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് ജസ്റ്റ് നോക്കാം. ദിസ് ചാപ്റ്റർ ഡീൽസ് വിത്ത് ദ മേജർ ഷിഫ്റ്റ്സ് ഇൻ കിങ്ഷിപ്പ് സ്റ്റഡീസ് ആൻഡ് ഓൾസോ examines some of the way in which Janet Carson studied this cultural approach further in her study of Malay. The chapter also deals with how the new reproductive technologies or assisted reproduction is alternated the way kingship is understood. In early 1980s, the kingship study was
understood as the concept of relatedness as an approach to study kingship system. The next focus on the kingship studied was from a traditional reliance of descent and alliance as determinants of kingship to the recognitions of cultural specificity in understanding the base of kingship ties. അതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് റിലേറ്റഡ്നെസ് ഇൻ കിങ്ഷിപ്പ് സ്റ്റഡീസ് എന്ന് പറയുന്ന കോൺസെപ്റ്റും കൂടി ഉണ്ട്. അപ്പൊ റിലേറ്റഡ്നെസ് ഇൻ കിങ്ഷിപ്പ് സ്റ്റഡീസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു recast kingship in order to understand the various ways in which culture interpret the observe relatedness. Recently, the focus was on widening the definition of kingship in order to accommodate the relationship which are not based on blood or marriage but enjoys the important status and recognition at skin. The offense of kingship is based because of the developments in anthropology within the cultural perspective of kingship. This viewpoint stressed on the need to understand kingship from the viewpoint of the indigenous who experience it as part of their everyday existence. In 1990s, relatedness come into existence in order to challenge the definitions that limits the criteria for claiming relationship kingship to either consanguinity or affinity. Janet Craston was the first to use the term in her work, Culture of Relatedness. With relatedness, it was meant by that the kingship is more social in the sense that relations are constructed with the help of caring and sharing non-biological substance as well. The focus was on the shift from one or more formal or respective definitions of kingship based on blood ties and alliance to informal relations formed by being related. അതുപോലെ തന്നെ ജാനറ്റ് കാസ്റ്റൺ ദ കോഡ് ആൻഡ് ദ സബ്സ്റ്റൻസ് ഓഫ് കിങ്ഷിപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ പറയുന്നുണ്ട്. Janet Caston was inscribed by the ideas of Schneider's, who cited the latentness has different meaning in different cultural context. The research on the relevance of previously unrecognized elements like gender and body and personhood in the understanding of kingship in cross-culture context. Kasdan researched in Malay kingship system in which the belief was that the substance in the form of food and residence was exchanged. The transformed among people become the basis of relationality and kingship between them. They emphasized on relatedness on the basis of commitment to share commensally. അതുപോലെ തന്നെ the code and the substance of Malay kingship എന്ന് പറയുന്ന കോൺസെപ്റ്റില് the example given about the Malay people residing in the region of Pulau Langkawi, sharing meals and residing the same house in a fundamental to kingship and procreation. The definition of kingship is not solely based on the biological procreation, but it also social or natural, as conventionally it understood as established kingship. The definition of birth is mainly the beginning of the process of being, of existing as the person, but becoming related in the ongoing process with the continuous throughout life of a person as long as people eat together in house. Okay. അതുപോലെ തന്നെ നമുക്കുള്ളൊരു വേറൊരു കോൺസെപ്റ്റ് ആണ് ഈ ഒരു key principles of Malay kingship എന്ന് പറയുന്ന കോൺസെപ്റ്റ്. There is an intimate relationship between houses, hearts, feeding, women and siblings. The house, Levi-Strauss described the Malays as house-based societies. Malay opened that living together is an important element is being considered kin. The principle of unity of families based upon their village patterns. The minimum divisions in the spatial arrangements, the unifying factor in this existence of one common health and or there are many couples living with each other in the same house, but they have only one health where they all cook and eat meals together. It is not allowed to eat outside the house is the
homes of others, as they might distribute the unity of the house and the kingship bond. The children of the house are thought to return home for full rice meals. In case of the death of the mother, the next best thing the child is provided it is the whether boiled in the hearth of house, which is considered at the closest possible connections that the child may have to relate to its mother. ഇനി the role of women എന്ന് പറയുന്ന women are important in the Malay houses as they spend most of their time. There are linked where women could carry out their main activities during the day and spend leisure time. The presence of woman is important in the house, as without a woman the house is missing the mother of the house. അപ്പൊ ഇതിനകത്ത് ഒരു റോൾ ഓഫ് വുമൺ എന്ന് പറയുന്നത് ഒരു കോൺസെപ്റ്റിൽ ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഒരു പെൺകുട്ടി വീടിന്റെ വിളക്കാണെന്നൊക്കെ പറയും അല്ലെ. അതായത് ഒരു വീട്ടിലൊരു പെണ്ണ് വേണം എന്നൊക്കെയാണ് നമ്മൾ കാരണവന്മാര് പറയാം. അതായത് വീട്ടിലൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അതിന്റെ ഐശ്വര്യം വീട്ടിലുണ്ട് എന്നാണ് പറയാം. അതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് വീട്ടിൽ വേറെ മറ്റു ജോലിക്കൊന്നും പോകാതെ വീട്ടിൽ തന്നെ തൂത്തും തുടച്ചും വൃത്തിയാക്കി ഇട്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അതെന്താണ്, വീടൊക്കെ ഐശ്വര്യം ഉണ്ടാകും, വീടൊക്കെ വൃത്തിയായിട്ട് പൊടി നിൽക്കും. അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു പണ്ട് കാലത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ചിൽഡ്രൻ എന്ന് പറയുന്ന കോൺസെപ്റ്റും ഉണ്ട്. The children are important to marriage as new house is not constructed when the couple gets married, but only when their first child is born. After the delivery, when the child is detached from the mother physically, the midwife names the child. The child therefore gets the personhood with the independent identity. Okay. അതുപോലെ തന്നെ സിബ്ലിംഗ്ഷിപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്. സിബ്ലിംഗ്ഷിപ്പ് ഈസ് ഇമ്പോർട്ടൻറ്റ് എമംഗ് മലേ ആൻഡ് it takes priority over affiliation. In Langoski, when people are asked to describe their relations, it is done in terms of the sibling bond between the ancestors. The siblings are required to provide aid to each other and remain close throughout their lives, especially if they are closer in age. The co-residence is discouraged among siblings after marriage in order to preserve the sibling bond and avoid conflict amongst the marriage sister. In marrying husband is considered a distribution of the natural order of affection and must incur a ritual fine. അതുപോലെ തന്നെ റിലേറ്റഡ്നെസ് ഇൻ അസിസ്റ്റഡ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. There are many families which are made with the use of the latest support technologies and have kinship network that includes more members than just intended or two would-be parents. In this case, the connections are made with the use of the technologies for assisted reproduction. These members are donors of eggs, sperm or embryo and surrogates. അപ്പം അതിൻ്റെ അകത്ത് റിലേറ്റഡ്നെസ് ഇൻ അസിസ്റ്റഡ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റില് ഈ ഒരു എന്താണ്, കുട്ടികൾ ഉണ്ടാകാനായിട്ട് അസിസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ടാവും അല്ലെ. അതായത് നമ്മളിപ്പം ഒരു കുട്ടി ഉണ്ടാകാനായിട്ട് ഒരു അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഒരു സ്ത്രീയും പുരുഷനും വിചാരിച്ചാൽ ഒരു കുഞ്ഞുണ്ടാവുക. പക്ഷെ ആ കുഞ്ഞുണ്ടാകാൻ തടസ്സങ്ങൾ നേരിടുന്ന ഒരുപാട് ദമ്പതികൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ദമ്പതികൾക്ക് നമ്മളൊരു കുറേ സജഷൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. ഒന്നെങ്കിൽ സ്പേം ബാങ്കിനെ സമീപിക്കുക, അല്ലെങ്കിൽ സ്പേം ഡോണറിനെ സമീപിക്കുക, അല്ലെങ്കിൽ സെറോഗസി നടത്തുക, അല്ലെങ്കിൽ എഗ് ഡോണറിനെ നോക്കുക. അങ്ങനെ ഒരുപാട് കോൺസെപ്റ്റുകൾ നമ്മൾ ചിലപ്പോൾ ഇതിനു വേണ്ടിയിട്ട് പരീക്ഷിക്കാറുണ്ട്. അതുപോലെ തന്നെ കണക്ഷൻസ് ത്രൂ എഗ് ആൻഡ് സ്പേം ഡൊണേഷൻ എന്ന് പറയുന്നത് സദേൺ ഒപ്പീനിയൻ ദാറ്റ് ഇൻ ഡോണർ assisted reproduction, kinship is dispersed because of the involvement of a group of third-party gametes. All relationship to the child is contained in the act of conception itself. The relationship between the parents and offsprings are worked out with the help of many health service providers. The donor is most of the case are unknown and do not have any relations with the babies produced through assisted reproduction. There is a legal contract between the two parties. അതുപോലെ തന്നെ എക്സ്പ്രസിംഗ് റിലേറ്റഡ്നെസ് ത്രൂ സെറോഗസി എന്ന് പറയുന്നതിൽ സെറോഗസി refers to the rendering of womb of woman
to incubate and give birth to a baby or another couple. There is a monetary transaction between the two parties. There is a legal contract between the two parties with the fertility clinic, and after the delivery of the child, she will have no claim or relations. അപ്പൊ അതിൻ്റെ അകത്ത് പറയുന്നത് ഈ ഒരു സെറോഗസിയിലെ ആളുകൾ അല്ലെങ്കിൽ സെറോഗസി ചെയ്യുന്ന ആളുകളുടെ അവരുടെ അവകാശങ്ങളെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചാണ്. അതായത് ഒരു കപ്പിള് അവരുടെ അതായത് ആ കുഞ്ഞിന് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഗർഭം ധരിക്കാനുള്ള പ്രായം കഴിഞ്ഞുവെങ്കിൽ, അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവൾക്ക് ഗർഭം ധരിക്കാനുള്ള കഴിവില്ല എങ്കിൽ മറ്റൊരു സ്ത്രീയെ ഈ ഒരു തങ്ങളുടെ കുഞ്ഞിന് ജന്മം കൊടുക്കാനായിട്ട് മറ്റൊരു സ്ത്രീയെ തിരഞ്ഞെടുക്കാനായിട്ട് അവർക്ക് കഴിയും. അപ്പൊ അങ്ങനെ ജന്മം കൊടുക്കാൻ വാടക ഗർഭപാത്രത്തിനായിട്ട് തിരഞ്ഞെടുക്കുന്ന സ്ത്രീകളാണ് നമ്മൾ സെറോഗസിയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു പെൺകുഞ്ഞിന് ആ ഒരു സെറോഗസി നടത്തുന്ന ആ ഒരു പെൺകുട്ടി ആ ഒരു കുഞ്ഞിന് ജന്മം നൽകി കഴിഞ്ഞാൽ ആ കുട്ടിയും ആ പെൺകുട്ടിയും തമ്മിലുള്ള ഒരു ബന്ധം അവിടെ തീരുകയാണ്. പിന്നീട് ആ പെൺകുട്ടിയുടെ മേൽ, അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് ആ കുഞ്ഞിന്റെ മേല് യാതൊരു അവകാശങ്ങളും ഉണ്ടാവില്ല. പല സിനിമകളിൽ അത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഷേക്സ്പിയർ എന്ന് പറയുന്നൊരു മലയാള സിനിമ, ജയസൂര്യയുടെ, അതിൻ്റെ അകത്ത് സെറോഗസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ മറ്റു പല സിനിമകളിലും ലക്കി സ്റ്റാർ എന്ന് പറയുന്നൊരു ജയറാമിന്റെ ഒരു സിനിമയിലും ഇങ്ങനെ സെറോഗസി എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പം അറിയാൻ പാടില്ലാത്തൊരു ജസ്റ്റ് അതൊന്ന് കണ്ടു നോക്കിയാൽ മതി, അപ്പം മനസ്സിലാവും ഏകദേശം. പിന്നെ അപ്പൊ എന്താ, മറ്റേ ജയറാമിന്റെ വൈഫ് മറ്റൊരു ദമ്പതികളുടെ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുകയും അങ്ങനെ ആ കുഞ്ഞ് ജനിക്കുമ്പോൾ അച്ഛനും അമ്മയും വഴക്കിട്ട് പിരിയുകയും പിന്നെ ആ കുഞ്ഞിനെ ജയറാമും ഭാര്യയും കൂടെ വളർത്തുകയൊക്കെ ചെയ്യുന്ന ഒരു സിനിമയാണ് അത്. പിന്നെ മീനിങ് ആൻഡ് റിലവൻസ് ഓഫ് ഫിക്റ്റീവ് കിങ്ഷിപ്പ് എന്ന് പറയുന്നതിൽ, fictive kinship refers to the individual who are not related by birth or marriage, but who label or threat one another as kin. It includes the extension of kingship obligations and relations to individuals which are specific and not otherwise included in the kinship universe. There are two forms of relations that were recognized initially. First, those related by blood, and second, relations through marriage. The other relations and were considered outside the kingship map. The fictive term as beyond the relations that were treated not real, leading to a distinction between pure real kingship and improve or fictive relations. ഇനി ഫോംസ് ഓഫ് ഫിക്റ്റീവ് കിങ്ഷിപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്, അതായത് സാങ്കല്പികമായിട്ടുള്ള ബന്ധുത്വത്തെ കുറിച്ചാണ് നമ്മൾ പറയാം. Give below on some forms of fictive kingship relations in different society with the examples. Feast of Souls. In the form, the ceremony is the basis of identify the kingship ties between the participants. There is a ritual bond between the ones who participate in the rituals, which means that a ritual takes place in order for the creation of kingship ties to be acknowledged as a formal alliance. ഇനി മിട്രൽ എന്ന് പറയുന്നത്, Miteri is a form of fictive kingship and refers to kingship. The man who from fictive king bonds are referred to as mit, and the female friend of another woman is called mitimi. The generic miteri is referred to as an individualistic form of fictive or ritual kingship common among Hindu caste and ethnic group of Nepal. അതുപോലെ തന്നെ ഗുറാങ് ട്രഡീഷൻ ഓഫ് റോഡി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്. റോഡി is a noted Gurung tradition is Nepal in which the teenagers from fictive kingship bonds and from become Rodi members in the order to socialize, perform communal tasks and find marriage patterns. The aim of the formation of kingship is socialization and to undertake cultural responsibilities together and to look for marriage potentials. Okay.
അതുപോലെ തന്നെ നമുക്ക് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ചോദിച്ചു കണ്ടുള്ളത്, ഹൗ ഡസ് ദ കൾച്ചറൽ അപ്രോച്ച് ഹെൽപ്പ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് കിങ്ഷിപ്പ്? ഈ കൾച്ചറൽ അപ്രോച്ചസ് എങ്ങനെയാണ് കിങ്ഷിപ്പിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കൾച്ചറൽ അപ്രോച്ച് എന്ന് പറയുന്നത് സാംസ്കാരികമായ സമീപനങ്ങളാണ്. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബന്ധുത്വത്തെ നമ്മളെ ശരിക്കും മനസ്സിലാക്കി തരുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അതായത് പല സംസ്കാരങ്ങളിലും ബന്ധുത്വം പല രീതിയിലായിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അമേരിക്കയിലൊക്കെ ബന്ധുക്കൾ തമ്മിൽ വലിയ രീതിയിലുള്ള അടുപ്പം ഉണ്ടാവില്ല. കാരണം മക്കൾ ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ ആ മക്കളെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാലും അല്ലെങ്കിൽ മക്കൾ കെട്ടി ഒരു കുട്ടിയായാലും അച്ഛനമ്മയുടെ കൺസേൺ ഒന്നും അവരിൽ നിന്ന് മാറില്ല അല്ലെ. അതുപോലെ തന്നെയാണ് നമ്മുടെ മുത്തച്ഛന്മാർക്കും മുത്തശ്ശിമാർക്കും ഒക്കെ നമ്മുടെ പാരന്റ്സിനോടുള്ള ഒരു കൺസേൺ ഒക്കെ ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ടാവും. പക്ഷേ വിദേശ നാടുകൾ നോക്കുകയാണെങ്കിൽ എന്താണ്, അവരുടെ മക്കൾ ഒരു 15 വയസ്സൊക്കെ ആകുമ്പോൾ അവർ സ്വന്തമായിട്ടാണ് അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുക. അവരുടെ ഉന്നത പഠനമൊക്കെ അവർ സ്വന്തമായിട്ട് ജോലി ചെയ്തായിരിക്കും കണ്ടെത്തുക, ഉന്നത പഠനത്തിന് വേണ്ട പേയ്മെന്റ് ഒക്കെ. അപ്പൊ അത്രയും ഡിഫറൻസ് കൾച്ചറൽ ബേസ് നോക്കുകയാണെങ്കിൽ അത്രയും ഡിഫറൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി give two reasons why in Malay relatedness is associated with the woman. An instance study of the living pattern of the Malay was carried out by Janet Craston, who resided with them for 18 months and shared food with them and participated in household activities, which led to her being recognized as king. She discovered that is Malay relatedness is associated with a woman in terms. Malay relatedness is associated with the woman in terms of become a person and participating in social relations, and relatedness in based on feeding, that is giving and receiving nourishment and residing in a common space. Okay, അപ്പൊ അതൊരു കോൺസെപ്റ്റ് ആണ്. അതുപോലെ തന്നെ ഡിസ്കസ് ടു ഫോംസ് ഓഫ് ഫിക്റ്റീവ് കിങ്ഷിപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്. അതിന്റെ നമ്മൾ രണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പറയണം. ഒന്ന് സെൻട്രൽ മെക്സിക്കോ ഹിസ്റ്ററി ഫോർ മെനി ഇയേഴ്സ്, ലിറ്ററലി മീനിങ് ഓഫ് പാരന്റ്ഹുഡ്, കമ്പാൻട്രസോ ഓഫ് ദ ടേം ഓഫ് ഡിസ്ക്രൈബ് ദ സെറ്റ് ഓഫ് relationship between the child, their parents, and their good godparents. It has been hypothesized that these relationships evolved after the Spanish conquest in 1521 to help deal with the stressful situations. അതുപോലെ തന്നെ നമുക്ക് ഇനി വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് 10th ചാപ്റ്റർ വരുന്നത്. കിങ്ഷിപ്പ് ആൻഡ് ജെൻഡർ എന്ന് പറയുന്നതാണ് 10ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുക. അതിന്റെ അകത്ത് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ജെൻഡർ എന്ന് പറയുന്നത് എന്താണ്, ലിംഗ കാര്യങ്ങളൊക്കെയാണ് അല്ലെ. കിങ്ഷിപ്പ് എന്ന് പറയുന്ന ബന്ധുത്വത്തെ കുറിച്ചാണ് നമ്മൾ പറയാം. അപ്പൊ അതിന്റെ അകത്തും ക്ലാസിക്കൽ ആന്ത്രോപോളജി ആൻഡ് ക്വസ്റ്റ്യൻ ഓഫ് ജെൻഡർ, അതുപോലെ തന്നെ ഡിസെന്റ് ആൻഡ് ജെൻഡർ, യൂണിവേഴ്സിറ്റി ഓഫ് എ പബ്ലിക് പ്രൈവറ്റ് ഡൊമൈൻസ്, ഇതൊക്കെ നമുക്ക് ഈ ഒരു 10th ചാപ്റ്ററിൽ പഠിക്കാണ്ട് കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം കൃത്യമായിട്ട്. അപ്പൊ ഇത്രയും പഠിച്ചതൊന്ന് വായിച്ചു നോക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടോ? നമ്മൾ പ്രധാനമായിട്ട് 8, 9 ചാപ്റ്ററുകളാണ് കേട്ടോ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അതുപോലെ തന്നെ 10ാമത്തെ ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചു. അപ്പൊ അടുത്ത ക്ലാസ്സിൽ 10ാമത്തെ ചാപ്റ്ററിന്റെ ബാക്കി നമുക്ക് പഠിക്കാം. ഓക്കെ, ഓക്കെ, അപ്പം ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലെ. ശരി, അടുത്ത ക്ലാസ്സിൽ കാണാമേ.